എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ വർഷത്തെ പ്രീലിമിനറി ക്യാമ്പ് ഇവിടെ തുടങ്ങുകയാണ്. കഴിഞ്ഞ വർഷം ഇതുപോലെ തുടങ്ങി. കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സുകാർ നന്നായിട്ടാണ് പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. നമ്മുടെ ഈ മലയോര പ്രദേശങ്ങളിലേക്ക് സ്കൂളുകളിൽ സംസ്ഥാന തലം വരെ എത്തിയവരാണ്. നമ്മുടെ കഠിനമായ നമ്മുടെ CBSEയുടെ നേതൃത്വത്തിലുള്ള 2 ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ നല്ല ക്ലാസ്സുകൾ നടത്തിയാണ് ഈ മുന്നേറ്റം നമുക്ക് കൈവരിക്കാൻ സാധിച്ചത്. ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത് നമ്മുടെ മാസ്റ്റർ സാറ്. പേര് അജിത്. അവർ പ്രത്യേക പേരായതുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്. സാർ പുതിയ ആളാണ്, സാറല്ല, അതുകൊണ്ടാണ് എൻ്റെ പേര് പെട്ടെന്ന് വലിയതാവാത്തത്. അപ്പോൾ സാർ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കും. അത് ശ്രദ്ധാപൂർവ്വം എന്താണോ നമ്മുടെ ലക്ഷ്യം അത് കൈവരിക്കണം. കാരണം നമ്മളിവിടെ ഇരുന്ന് തമാശ പറയാനും പിന്നെ വേറെ ചിന്തകളിലേക്ക് പോകാനല്ല. ഇനി ഇതൊന്നും ഇല്ലാതെ നമുക്ക് മുന്നേറാൻ സാധിക്കും. പഠിക്കണമെന്ന് വെച്ചാൽ സമയവും കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ കാലം കഴിയാനായി. നിങ്ങളാണ് പുതിയ തലമുറയിലുള്ളവർ ഈ ഡിജിറ്റൽ യുഗം നന്നായി പ്രയോജനപ്പെടുത്തുക. ഭാവിയിൽ ഒരുപാട് ഇപ്പോഴല്ല, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉപയോഗം മനസ്സിലാകും. ഇതൊന്നും ഇല്ലാതെ ഒരു ജോലിയിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. കിട്ടുന്ന അവസരം നന്നായി ഉപയോഗിക്കുക. ഇതെനിക്ക് മാത്രം ഞാൻ മനസ്സിലാക്കണം, ഇതെൻ്റെ കടമയാണെങ്കിൽ കൈവരിക്കണമെന്നുള്ള ലക്ഷ്യബോധത്തോടുകൂടി ഇരുന്ന് പഠിക്കുക. എല്ലാവർക്കും വിദ്യാഭ്യാസം. കമ്പ്യൂട്ടറിൽ പഠിച്ചു നന്നായിട്ട് നല്ല ഡിസിപ്ലിനോട് ഇരിക്കുന്നുണ്ട്. വൈകുന്നേരം ഇങ്ങനെ ഇരിക്കണം, സമയം പോകുന്ന അറിയില്ല. GPS അതാണ് നിങ്ങളെ റോബോട്ടാണോ GPS ആണ് GPS. അപ്പൊ ഇങ്ങനെ വന്നുകൊണ്ട് ഇപ്പൊ ഓരോരുത്തരും ഇവിടെ നോക്കുക, ഒരു സെറ്റ് ചെയ്യുക. ശരിയാണോ? രണ്ടായിട്ട് വരുന്നു. അതുകൊണ്ട് ആരെങ്കിലും യൂസ് ചെയ്ത് നോക്കിയാൽ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും നോക്കാം. മൂന്ന് ഗ്രൂപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പിൽ എക്സ്പീരിയൻസ് നോക്കാം. Thank you.
ഇത് ഒരാളോട് വരാനില്ല എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ? പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയം കുട്ടികളും മലയാളം മീഡിയം കുട്ടികളൊക്കെ ഉണ്ടല്ലേ ഇവിടെ? അപ്പോൾ ഇംഗ്ലീഷ് ആയിരുന്നാലും മലയാളം എന്നാൽ കേട്ടാൽ മനസ്സിലാവുമല്ലോ, ഉറപ്പാണല്ലോ. വീഡിയോ ഏത് ലാംഗ്വേജിലാണെന്ന് അറിയാമോ? അത് രണ്ടുമല്ല, ഹിന്ദി. അതാണ് ഇതിൻ്റെ ടെസ്റ്റ് കേട്ടോ. ഇംഗ്ലീഷ് മലയാളം അറിയാമെന്ന് നമുക്ക് പറയില്ല, ഹിന്ദി അറിയാതെ ടെസ്റ്റ് കാര്യമില്ല. സബ്ജക്റ്റുകളുണ്ട്, എന്നാലും ശ്രദ്ധിച്ചിരിക്കുക. ഇത് വീഡിയോ കണ്ടതിന് ശേഷം സ്റ്റോറി ശ്രദ്ധിച്ചിരിക്കുക. ये मैं लॉर्ड में मालेगा के सामने बात, उस बात का गेट बाबा रोज शाम को अपनी वहाँ पतंग उड़ानी और उसके बाद जाके यीशु के पिता से जजरिया चुरानी। मेरी खुद ही मुंबई वाली എന്താണ് സ്റ്റോറിയുടെ ചെറിയൊരു സംഭവം? പണ്ടുകാലത്ത് ഒരുമിച്ച് സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് അവര് ഇന്നലെ തന്നെ കൊച്ചുമകനോട് പുകൻ പഴയ കാര്യങ്ങൾ പറയാൻ കോട്ടയം കൊടുക്കുന്നു അല്ലേ? ആ കൊച്ചുമകളുടെ പേരാണ് സുമൻ. അപ്പോൾ സുമൻ എന്ത് ചെയ്തു? ഇവനൊന്നും പാട്ട് പറഞ്ഞാൽ നമ്പർ
നമുക്ക് ഒന്നാം സ്ഥാനം വന്നിട്ടുള്ള ടീം BR ആണ്. ടീം BR. രണ്ടാം സ്ഥാനം GPS, മൂന്നാം സ്ഥാനം Robo. നമുക്ക് രണ്ടാം സ്ഥാനം രണ്ടാമത്തെ ആക്ടിവിറ്റി കഴിഞ്ഞിരിക്കുന്നു. എന്നറിയപ്പെടുന്ന പ്രത്യേകം പരിശീലനം നേടിയ അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. വിവര വിനിമയ സങ്കേതങ്ങൾ സമർത്ഥമായും ഫലപ്രദമായും ഉപയോഗിക്കാൻ വൈദഗ്ധ്യവും അഭിരുചിയുമുള്ള തലമുറയെ സർഗാത്മകമായി പ്രയോജനപ്പെടുത്തുന്നതിനായാണ് ലിറ്റിൽ കൈറ്റ്സ് നടപ്പിലാക്കുന്നത്. വിദ്യാലയങ്ങളിലെ ഹൈടെക് ഉപകരണങ്ങൾ പരിപാലിക്കുന്നതിനും വിദ്യാർത്ഥികളുടെ സാങ്കേതിക പരിജ്ഞാനം വികസിപ്പിക്കുന്നതിനും സാങ്കേതിക വൈദഗ്ധ്യം നേടിയ ഒരു സംഘം കുട്ടികളാണ് ലിറ്റിൽ കൈറ്റ്സ്. ഹൈടെക് സ്കൂൾ പദ്ധതിയുടെ നട്ടലായി അവർ പ്രവർത്തിക്കുന്നു. വിവര വിനിമയ സങ്കേതങ്ങൾ ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട മൂല്യവും സംസ്കാരവും വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുക, അവയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുക, പ്രചരിപ്പിക്കുക, വിവിധങ്ങളായ ബോധവൽക്കരണ പരിപാടികൾ സ്കൂളിനകത്തും പൊതുസമൂഹത്തിലും നടത്തുക തുടങ്ങിയവയാണ് ലിറ്റിൽ കൈറ്റ്സ് കൂട്ടായ്മയുടെ ഉദ്ദേശം. ലിറ്റിൽ കൈറ്റ്സ് പ്രവർത്തന മികവിലൂടെയുള്ള അംഗീകാരമായി 2015 ചീഫ് മിനിസ്റ്റേഴ്സ് ഇംഗ്ലീഷ് അവാർഡ് കരസ്ഥമാക്കി. രക്ഷകർത്താക്കൾക്കുള്ള സൈബർ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസുകൾ, അവമാർക്കുള്ള IT പരിശീലനം തുടങ്ങി സാങ്കേതിക വിദ്യാധിഷ്ഠിതമായ പരിശീലനം നൽകുന്നത് ലിറ്റിൽ കൈറ്റ്സ് വഴി. എല്ലാവരും കളിച്ചോ? ഒരാൾ ഒരു പ്രാവശ്യം കളിക്കാമോ കേട്ടോ? ഇതിന്റെ അടുത്ത് കൊണ്ടുപോയാൽ യഥാർത്ഥ കയറിയിരിക്കും. ഇരുന്നല്ലോ, ഓക്കെ അല്ലേ? പക്ഷെ അവിടെ സ്പേസ് പ്രസ് ചെയ്യുമ്പോഴാണ് മൂവ് ചെയ്യാൻ പറയുന്നത് അല്ലേ? നമുക്ക് സ്പേസ് നിങ്ങൾക്ക് എല്ലാവർക്കും വലത്തോട്ട് പോകുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ഇനി അടുത്ത ടാസ്ക് എന്താണ്? ഒരു ആനിമേഷൻ എക്സാമ്പിളാണ്. നമ്മളിപ്പോൾ ഒരു 60 പേജുള്ള വെച്ചിട്ടുണ്ടാവും. അത് സ്ക്രീനിൽ കാണിക്കുമ്പോൾ ചലച്ചിത്രമായിട്ട് തോന്നും. ആക്ച്വലി അനിമേഷൻ തുടങ്ങിയത് ചലച്ചിത്രം. എത്ര ഫോട്ടോസ് കണ്ടിട്ടുണ്ട്? ഇതുപോലെ അന്വേഷണയുടെ
ഉണ്ടാക്കി എടുത്തതാണ് വ്യത്യസ്തമായ പാട്ട് പാടിയപ്പോൾ അന്ന് അഭിനയിച്ച് മാറിയാണ് അതിലൊരു സിംഗറായിട്ട് മാറിയാണ്. അപ്പോൾ ഇതൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. അത് നമ്മൾ വരയ്ക്കണ്ട, തൽക്കാലം നിങ്ങൾക്ക് ഇപ്പോൾ വരയ്ക്കേണ്ട ആവശ്യം പിക്ചർ ബോക്സ് ഈ റോബോട്ട് കണക്ട് ചെയ്തിട്ടുള്ള സിസ്റ്റത്തിൽ മാത്രം പിക്ചർ ബോക്സ് ഓപ്പൺ ചെയ്യുന്നതിന് വന്നു അവിടെ കണക്ട് കൊടുക്കുക. കണക്ട് അതിൽ കണക്ട് എന്ന ഓപ്ഷൻ കൊടുക്കുക. കണക്ട് ഓപ്ഷൻ കൊടുക്കുക. കൊടുത്തു. ഈ പ്രോഗ്രാമിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ 4 അവർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിനുള്ളില്ല ഡിജിറ്റൽ പിന്നെ 8 കൊടുത്തിട്ടുണ്ട്. അതൊന്നും വേണ്ട. അവിടെ സെർവോ നോക്കണം. കാണാമോ? ഇതിൽ കണക്ട് സെന്ററിൽ 90 ഉണ്ട്. ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ 0 സ്റ്റാർട്ട് ചെയ്യുക. അതിലേക്ക് ഇതുപോലെയാണ് ആരും സെർവോ മോട്ടർ 90 ആണെങ്കിൽ കറക്റ്റ് സെർവോ മോട്ടറിന്റെ ഇരിക്കും മുകളിലോട്ടിരിക്കും. ഓക്കെ 180 ആണെങ്കിൽ ലെഫ്റ്റിലോട്ടായിട്ട് അതായത് ആംഗിൾ മാറ്റും. ഓക്കെ ഇതിനകത്ത് എനിക്ക് 2 എല്ലാം ഉണ്ട്. 9 മിനിറ്റ് ഇത്രയും മനസ്സിലായിരുന്നു അല്ലേ? മനസ്സിലായോ? പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഇതിൽ ചെയ്യേണ്ടത് ഇതിനുള്ളിൽ കോഡിനുള്ളിൽ ഈ 160 അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുള്ളിൽ വാല്യൂ മാറും. അപ്ലോഡിന്റെ അവിടെ അപ്ലോഡ് കോഡ് എന്നൊരു ഓപ്ഷൻ വേണം. അപ്ലോഡ് കോഡ് ക്ലിക്ക് ചെയ്യണം. ഇത്രയും ചെയ്താൽ മാത്രമേ കോഡ് വർക്കാവൂ. കേട്ടല്ലോ? അപ്പോൾ ടീം മൂന്നാം സ്ഥലം ആരാണ്? റോബോട്ടിക്സ് ആണ്. റോബോട്ടിക്സ് ആദ്യം വിചാരിച്ച് വിട്ട് എല്ലാം മനസ്സിലാക്കാൻ പറ്റി. അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ സെക്ഷൻ മുതലേ എന്നെ വളരെ കൂളായിരുന്നു. യാതൊരു ഇതിലേക്കുള്ള ടെൻഷനൊന്നുമില്ലായിരുന്നു. വളരെ നന്നായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയായിരുന്നു സാറ് ക്ലാസ് എടുത്തത്. അതിന് സ്പെഷ്യലി ഡാൻസ് സാറ് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും വളരെ നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു സാറിൻ്റെ ഓരോ ക്ലാസ്സുകളും. അതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി. ഇനി അത് ഞങ്ങൾക്ക് തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് യൂസാകുന്നു. മനസ്സിലാവുന്ന പഠിപ്പിക്കുന്നത് ഉപകാരപ്പെടും. നല്ല നല്ല ക്ലാസ്സായിരുന്നു. സാറും പറഞ്ഞിട്ടും അതിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ. ഇന്നത്തെ ക്ലാസ് വളരെ നന്നായിരുന്നു. സാറ് നമുക്ക് നല്ല വിഷയം മനസ്സിലാക്കി പഠിപ്പിച്ചത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ റോബോട്ടിക്സ് കഴിഞ്ഞ വെച്ചിട്ടുണ്ട്. ഇത്രയും ഓരോ യൂണിറ്റിലും ക്ലാസ്
ക്ലാസ്സിലെ ബാക്കിയുള്ള ക്ലാസ് ഒരു മാസത്തിൽ 4 മണിക്കൂറാണ് ക്ലാസ്സിന് ആവശ്യമുള്ളത്. അങ്ങനെ സംഭവിക്കാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട പരിശീലനം കൂടി അത് ഇവാലുവേഷൻ പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം അസൈൻമെന്റ് പ്രോജക്റ്റുകളുടെ പൂർത്തീകരണം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മറ്റൊരു കാര്യം കുട്ടികളുമായിട്ട് നേരിട്ട്